ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ദിവസവും രാവിലെ ഈ ഒരക്ഷരം ഞാനീ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ പണം പെരുമഴ പോലെ മഹാലക്ഷ്മി നിങ്ങൾക്ക് നൽകും. വളരെ അതിശയകരമായ അത്ഭുതകരമായ ഒരു വിദ്യ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെയ്തു നോക്കുക, അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കാരണം ഞാനീ പറയുന്ന പല കാര്യങ്ങളും ചെയ്ത ഒരുപാട് ആളുകൾ സമ്പന്നരായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വലിയ തുകകൾ കിട്ടിയവരെ, വലിയ ബിസിനസ് ഒരുപാട് സ്വന്തമായിട്ട് ചെയ്തവരെ, അതുപോലെ ചെയ്ത് സ്വന്തമായി ഈ വണ്ടികളും ട്രക്കുകളും ഒക്കെ ധാരാളം വാങ്ങിയവരെ, ഇതൊക്കെ ഞാനീ പറയുന്ന വിദ്യകൾ ചെയ്ത് നേടിയവരാണ് ഒരുപാട് ആളുകൾ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്താൽ ഫലമാകുന്ന കാര്യമാണ്. ചെയ്യേണ്ട രീതി വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതുവരെ ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. ആരും ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു രഹസ്യമാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് വേറെ എങ്ങൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല, കിട്ടത്തുമില്ല. ഒരക്ഷരം, ആ അക്ഷരത്തിന് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊരാൾക്കും ചെയ്യാം, എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം, ആർക്കും ചെയ്യാം. ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ഈ വിദ്യ ചെയ്യുന്നതെന്ന്. നിങ്ങൾ പറയാതെ വേറെ ആർക്കും അറിയത്തില്ല. ആർക്കും ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാം. ഇത് കൃത്യമായി ദിവസവും നിങ്ങൾ ചെയ്തു പോന്നാൽ, കുളി കഴിഞ്ഞാൽ ഉടൻ ചെയ്തു പോന്നാൽ അപാരമായ സമ്പത്തും ഐശ്വര്യവും വശ്യശക്തിയും ഉണ്ടായി വരും. ഒരു സംശയം വേണ്ട. ദൈവവശ്യം, ഭൂതവശ്യം, ലോകവശ്യം, രാജവശ്യം, ജനവശ്യം, പുരുഷവശ്യം, സർവവശ്യം എന്ന് വേണ്ട നല്ല രീതിയിലുള്ള ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും. ഇത് ഞാൻ ഇതുവരെ ഒരൊറ്റ അക്ഷരം കൊണ്ടാണ് ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ്. ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, ഇതാരും പറഞ്ഞിട്ടുമില്ല. ഇതേവരെ ഇതാർക്കും പറയാനും പറ്റുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ഒരു രഹസ്യവിദ്യയാണ്. അപ്പോൾ അത് മുഴുവൻ കാണുക. അതോടൊപ്പം കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ചില രഹസ്യങ്ങൾ, കർമ്മങ്ങൾ, അതായത് നമ്മുടെ കർമ്മദോഷം ന്യൂട്രലൈസ് ചെയ്യാൻ, നിർവീര്യമാകാൻ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തിയത് കഴിഞ്ഞ വീഡിയോയുടെ അവസാനം. ആ രഹസ്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ രഹസ്യങ്ങളും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ അതിലുമുണ്ട്. അപ്പം ഈ വീഡിയോയുടെ ഒന്നും വില നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാവും. ഇത് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ആരും ഒരിക്കലും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. ഒന്നാമതെ പറഞ്ഞു തരാൻ, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയണം. അത് അങ്ങനെ ഒരു ആളുകളിലേക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. അതുപോലെയുള്ള രഹസ്യങ്ങളാണ് മുഴുവൻ പറഞ്ഞു തരുന്നത്. കാരണം എൻ്റെ അകവും പുറവും എല്ലാം ശിവമന്ത്രമാണ് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട്, ശ്വാസം കൊണ്ടല്ല, മനസ്സുകൊണ്ട്. അതാണ് ഏറ്റവും വലിയ വിദ്യ കേട്ടോ. ശ്വാസം കൊണ്ട് പിന്നെ അപ്പുറത്താണ് മനസ്സുകൊണ്ട് ജപിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അത് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ആ നേരിട്ടുള്ള എല്ലാ, ഭഗവാൻ എന്നിലേക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങളിലേക്ക് നൽകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക, എല്ലാവരും കാണുക, നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. പരമാവധി നിങ്ങൾ ഇത് നല്ല നല്ല ആളുകൾ, ആവശ്യമുള്ളവരിലേക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മുഴുവൻ കാണണം കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും നിങ്ങൾ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ഞാൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഇടാവുള്ളൂ. കാരണം എനിക്ക് ഫ്രീ ആവുന്ന അനുസരിച്ച് ഞാൻ റിപ്ലൈ തരത്തുള്ളൂ. നോക്കാനുള്ളവർ നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാത്രം മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഫ്രീ ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നിട്ട് അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ആളുകളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. അതായത് ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, വിളിക്കേണ്ട ദേവത, ശരനൂൽ രഹസ്യം, ധനത്തിൻ്റെ ചില രഹസ്യങ്ങൾ, മഹാലക്ഷ്മിയുടെ ചില രഹസ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കാണും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ അതുപോലെ സമയമെടുത്ത് പ്രാർത്ഥനയോടെ, ഉപാസനയോടെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ എനിക്ക് സമയത്തിന് തീരുന്നില്ല. ഞാനൊരിക്കലും ഫ്രീ ആകാറില്ല. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്കുകൾ കാണും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർക്കുകൾ തീരുന്ന അനുസരിച്ച് എടുത്തെടുത്ത് അങ്ങോട്ട് പോകുന്നു. എപ്പോഴും ബുക്കിങ്ങിൽ എപ്പോഴും ഒരുപാട് വർക്ക് കാണും ഓൾറെഡി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല,
ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. അല്ലാത്തപ്പം ക്രിയായോഗ അല്ലെങ്കിൽ ശിവവിദ്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല വർക്ക് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് ഗുരുത്വം നഷ്ടപ്പെടുത്തരുത്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഗുരുത്വം കാശ് കൊടുത്താൽ കിട്ടത്തില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പിന്നെയും ഫോൺ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതെല്ലാം കേട്ടിട്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അതിസാമർഥ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിളിച്ച് നോക്കിയാലോ എന്നൊക്കെ. അത് ചെയ്യരുത്. ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ അത് പറഞ്ഞാൽ അത് പറഞ്ഞ അനുസരിക്കണം. അല്ലെ ഗുരുത്വം പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ മറ്റൊരു ചിന്തയില്ലാതെ അകവും പുറവും ശിവനെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരിക്കലും പറയുന്നതിനപ്പുറം കാണിക്കരുത്. പിന്നെ നേരിട്ട് വന്നാലും പറ്റത്തില്ല. പിന്നെ അത് പറഞ്ഞിട്ട് പിന്നെ നേരിട്ട് വരരുത്. കാരണം എനിക്ക് വാട്സപ്പിലെ വർക്ക് തടസ്സപ്പെടുത്തരുത്. ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. അത് എല്ലാവരുടെയും അല്ല, പറ്റുന്ന ആളുടെയൊക്കെ റിപ്ലൈ തരും. അതാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഓപ്ഷൻ. അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശിവോഹം. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ട് ചെയ്യാം. കിഴക്കോട് തിരിഞ്ഞ് നിന്ന് തല തോർത്തി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഈ ഒരു വിദ്യ ചെയ്യുക. ഈ വിദ്യ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. അതായത് നിങ്ങളുടെ വലതു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക. എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ശ്വാസം ഹോൾഡ് ചെയ്യണ്ട. ക്ലീം എന്ന് മനസ്സിൽ ജപിച്ചിട്ട് ക്ലീം എന്ന് ജപിച്ച് തന്നെ ഇടതു മൂക്കിൽ കൂടെ വിടുക. ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. അതായത് ക്ലീം എന്ന് ജപിച്ച് വിടുന്ന പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇടതു മൂക്കിൽ കൂടെ ശ്വാസം ജസ്റ്റ് എടുത്ത് ഹോൾഡ് ചെയ്യേണ്ട. ജസ്റ്റ് ഇവിടെ നിന്ന് ശ്വാസം മനസ്സിൽ സങ്കല്പിക്കുക. ശ്വാസം തൊട്ട ശേഷം ഇവിടെ ക്ലീം എന്ന് ജപിച്ച് തന്നെ ഇടതു മൂക്കിൽ കൂടെ വിടുക. അപ്പോൾ വലതു മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് വീണ്ടും ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് ഇടതു മൂക്കിൽ കൂടെ വിടുക. എടുക്കുന്ന വലതു മൂക്കിൽ കൂടാണ്, വിടുന്ന ഇടതു മൂക്കിൽ കൂടാണ്. ഇത് ശ്വാസം ഹോൾഡ് ചെയ്യണ്ട. ഇത് രാവിലെ നിങ്ങൾക്കൊരു 3 തവണ ചെയ്യാം. മതി, കൂടുതലൊന്നും ചെയ്യണ്ട. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വേണം ചെയ്യാൻ. ആ ദേവത നിങ്ങൾക്ക് വശമായിട്ട് നിൽക്കും. ഹോമം ചെയ്യേണ്ട, മന്ത്രവും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ശ്വാസവിദ്യ. ഈ വിദ്യയ്ക്ക് അപ്പുറത്തൊന്നുമില്ല. നമുക്ക് ഏതൊരു കാര്യത്തിനും ശ്വാസവിദ്യകളുണ്ട്. ഞാൻ പലപ്പോഴും ശ്വാസവിദ്യകളെയാണ് ആശ്രയിക്കുന്നത്. ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ശ്വാസവിദ്യ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചാപം കൊടുത്താലും കൊടുത്തതാണ്. അതിന് ഒരു മറുമരുന്നുമില്ല. അനുഗ്രഹിക്കാനും പറ്റും, പ്രാർത്ഥിക്കാനും പറ്റും, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളും പറ്റും. പക്ഷെ നമ്മൾ നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം, ഈ വിദ്യകളെല്ലാം അറിയാം. പക്ഷെ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ, നല്ലത് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. ഈ പറഞ്ഞത് ധനം ഉണ്ടാകാനുള്ള, അപാരമായ വശ്യശക്തി ഉണ്ടാകാനുള്ള, ലോകവശ്യം, രാജവശ്യം, ജനവശ്യം, സർവവശ്യം, അങ്ങനെയുള്ള ഒരു വശ്യം, അതുപോലെ സമ്പദ് വശ്യം എല്ലാം മഹാലക്ഷ്മി വശമായിട്ട് നിന്നാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? മഹാലക്ഷ്മി വശ്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഇത് ശാസ്ത്രത്തെ ചേർത്ത് ജപിച്ചാൽ ആ ദേവതയ്ക്ക് വശമാകാതിരിക്കാൻ തരമില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായ ധനം, എന്നിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥനയും കൂടെ ചെയ്താൽ പല വച്ചിട്ടാണ്. അമ്മേ മഹാലക്ഷ്മി, എനിക്ക് അന്നന്ന് ജീവിക്കാനുള്ള ധനം നൽകണേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, അവിടുന്ന് എനിക്ക് എപ്പോഴും അനുഗ്രഹമായി നിൽക്കണേ, എനിക്കൊരു ജീവിതമാർഗം നൽകണേ, അന്നന്ന് ജീവിക്കാനുള്ള ധനം നൽകണേ. അമ്മ അവിടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, എനിക്ക് ഈ മന്ത്രം കിട്ടിയതിനും ചെയ്യാൻ പറ്റിയതിനും അവിടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി 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 എന്ന് 3 പ്രാവശ്യം നന്ദി മനസ്സിൽ പറയുക. ഈ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ ഉടനെ ചെയ്യുക. ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പ് ശിവോഹം എന്ന് 3 തവണ വാഗുകൊണ്ട് ജപിച്ചിട്ടേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രധാന രഹസ്യം. ഈ ഒരൊറ്റ അക്ഷരം മതി നിങ്ങളുടെ തലവരെ മാറ്റാൻ, നിങ്ങളുടെ ജീവിതം മാറ്റാൻ, നിങ്ങളുടെ നാളുകളെ മാറ്റാൻ, നിങ്ങളുടെ ലോകം മാറ്റാൻ. അപാരമായ അനുഗ്രഹം ഉണ്ടാകും. ദിവസവും രാവിലെ ചെയ്യുക. ഇനി വൈകിട്ട് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. വൈകിട്ടും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ രാവിലെ ഡെഫിനറ്റായിട്ട് ചെയ്തിരിക്കണം. രാവിലെ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതാണ് കൂടുതൽ ബലം ഉണ്ടാകുന്നത്. വൈകിട്ടും ചെയ്യാം. വൈകിട്ടെന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് ചെയ്താൽ ബലം കൂടുതലാണ്. ഇനിയിപ്പോൾ വൈകിട്ട് ആണെങ്കിലും ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല.
അതായത് ദമ്പതികൾക്കൊക്കെ ചെയ്താൽ കൂടുതൽ ഗുണമുണ്ടാകും, ക്ലെയിമാണ്. അപ്പം വശ്യമുണ്ടാകും, നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകും. അതുപോലെ ഒരു ബിസിനസ്സുകാർക്ക് ചെയ്താൽ ബിസിനസ് വളരെ അട്രാക്റ്റീവ് ആകും. ഇനിയിപ്പോൾ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു വക്കീലായിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, അവരുടെ മേഖലയിൽ അവരേറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തും. അവരേറ്റവും ബിസി ആയിരിക്കും, അവരെ കാണാനായിരിക്കും ആളുകൾ കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ആ ബിസിനസ് ഏറ്റവും വളരെ റിച്ച് അവസ്ഥയിലേക്ക് വരും. അതുപോലെ ഒരു കടയിൽ നിൽക്കുന്ന ഒരു സാധാരണ ഒരു ആളായിക്കോട്ടെ, അവരിത് സ്ഥിരം ചെയ്തു കഴിഞ്ഞാൽ ഇത് അവർക്ക് കൂടുതൽ വരുമാന മാർഗത്തിനുള്ള മാർഗങ്ങൾ തുറന്നു വരും. അതുപോലെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അവരുടെ മേഖലയിൽ അവർ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും. അവരുടെ വരുമാനം വർദ്ധിക്കും, അവരുടെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും. ആർക്കും ഇതേതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ഏത് രാജ്യത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് ഈ മലയാളീസ് തന്നെ വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പം മിക്കവാറും പല രാജ്യങ്ങളിലും നമ്മൾ ചിന്തിക്കാത്ത പല രാജ്യങ്ങൾ വരെയുണ്ട്, ഈവൻ മെക്സിക്കോ വരെയുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പല ഒരുപാട് രാജ്യങ്ങളിലുള്ള മലയാളീസ് ഉണ്ട്. അവർക്കൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കാനഡയിലെ നമ്മുടെ കസ്റ്റമറുടെ കാര്യം പറഞ്ഞു. കാനഡ, അമേരിക്ക, അയർലൻഡ്, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, മെക്സിക്കോ, എത്രയോ ഞാൻ പേര് ഓർക്കുന്നില്ല, ഇവിടെ നിന്നെല്ലാം ആളുകൾ മലയാളീസ്, നമ്മുടെ ഇനിയിപ്പോൾ ജപ്പാന് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് രാജ്യങ്ങളിലുള്ള മലയാളികൾ നമ്മുടെ ഈ വീഡിയോകൾ കാണുകയും ഒക്കെ എല്ലാവരും, പിന്നെ ഓൾമോസ്റ്റ് ഗൾഫിലുള്ള എല്ലാവരും പണ്ട് തൊട്ടേ ഉള്ളതാണ്. അവർ എപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളവർ, അങ്ങനെ പിന്നെ നമ്മുടെ തന്നെ ഈ ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലുള്ള മലയാളികൾ, നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തുനിന്ന് വരെയുള്ള ആളുകൾ വീഡിയോകൾ കാണുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും എവിടെ ഇരുന്നും അവർക്ക്, ചിലർക്കിപ്പം ഈ ഒരു കാനഡയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു അയർലൻഡിലുള്ള ഒരു മെക്സിക്കോ ഉള്ള ഒരാൾക്ക് നമ്മൾ പറയുന്ന പോലെ ചിലപ്പം ക്ഷേത്രത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അവർക്ക് അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാനത് പറഞ്ഞു മനസ്സിലാവും. ഏത് സ്ഥലത്തുള്ളവർക്കും വേണ്ടി ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക. ഇനിയും ഇത് ആർക്കും ചെയ്യാം, ഇന്ന ആളൊന്നുമില്ല. ഇത് ദൈവികമായ നല്ല കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞാൽ മതി, നിങ്ങൾ ആരോടും പറയണ്ട, അത്രയേ ഉള്ളൂ. കാരണം ഒരു കാര്യം പറയാതെ അത് ചെയ്യുമ്പോൾ അതിന് ഫലം കൂടും. ആ മനസ്സിന് അതിനൊരു നിഗൂഢത ഉണ്ടായിരിക്കും എപ്പോഴും, നമ്മൾ മനസ്സടക്കം കൂടും. ഒരു കാര്യം നമ്മൾ ചിലർ പറയത്തില്ലേ, ചില മന്ത്രങ്ങൾ സിദ്ധമായാൽ മറ്റുള്ളവരോട് പറയരുത്, രഹസ്യമാക്കി വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഏകാഗ്രത, മനസ്സിൻ്റെ ആ ശക്തി ചോർന്നു പോകും. നമ്മുടെ ഉള്ളിൽ തന്നെ ആ മനസ്സിനെ അടക്കി നിർത്തുമ്പോഴാണ് ഈ മനസ്സിന് പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കാനുള്ള ആ ഒരു ശക്തി കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരോടും ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേണേൽ വീഡിയോ ഷെയർ ചെയ്യുക, അതുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നിങ്ങൾക്കത് വശമായെങ്കിൽ നിങ്ങളത് വശമായ കാര്യം എനിക്കിതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിൻ്റെ ബലം കുറയും. പിന്നെ ഒരു വിദ്യ പറഞ്ഞു തന്ന എന്ന നിലയിൽ, ഗുരുവെന്ന നിലയിൽ എന്നോട് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഞാൻ എൻ്റെ നാവിൽ നിന്നാണത് വന്നത്, അപ്പോൾ ഞാനാണത് പറഞ്ഞു തന്നത്. അപ്പോൾ ഒരു വിദ്യ പറഞ്ഞു തരുന്ന ആൾ അതിൻ്റെ ഒരാൾക്ക് ബലം ഉണ്ടായി നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ആളാണ്. അപ്പോൾ അത് എന്നോട് പറയാൻ തെറ്റില്ല, വേറെ ആരോടും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കിത് ചെയ്യാം. പിന്നെ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്ന, അഹങ്കാരമൊന്നുമില്ലാത്ത, ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒരു തീരെ നിവർത്തിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, കടബാധ്യതകളാണ്. അപ്പോൾ ആദ്യമേ പറയണം, ഇത് ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല, അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ ക്രിയായോഗ തന്നപ്പോൾ, ക്രിയായോഗ ചെയ്യുന്ന എല്ലാവർക്കും ഫലം ഉണ്ടാകണമെന്നില്ല, അത് ഞാനത് വിശ്വസിച്ച് എപ്പം ചെയ്യുന്നു അപ്പം തൊട്ടാണ് എന്നിൽ ക്രിയായോഗ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ അത് ക്രിയായോഗയുടെ കുഴപ്പമല്ല എല്ലാവർക്കും ഫലം കിട്ടാത്തത്, ചെയ്യേണ്ട രീതി ചെയ്യാത്തതുകൊണ്ടാണ്. അതിൽ വിശ്വാസം കൊടുക്കണം. ഏത് വിദ്യയാണെങ്കിലും വിശ്വാസം കൊടുത്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ചെയ്താൽ യാന്ത്രികമാണ്. നമ്മുടെ വിശ്വാസം വരുമ്പോഴാണ് നമ്മുടെ മനസ്സതിൻ്റെ അകത്ത് വരുന്നത്. മനസ്സതിൻ്റെ അകത്ത് വരുമ്പോഴേ നമ്മുടെ ഉള്ളിലേക്ക് ആ വിദ്യ പോകത്തുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ആര് ചെയ്താലും അതുകൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക. വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വിദ്യ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഞാൻ ക്ലെയിം ചെയ്ത ശരിയായോ, ഞാൻ അങ്ങനെ ചെയ്താൽ എവിടെ നിന്ന് എനിക്ക് പൈസ വരാനാ, എൻ്റെ മുന്നേ ഒരു മാർഗ്ഗമില്ലല്ലോ, ഇങ്ങനെയുള്ള ലോജിക്കെല്ലാം അങ്ങ് മറന്നേക്കണം. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മളൊരു പ്രപഞ്ചശക്തിയെ, പ്രപഞ്ചബോധത്തെയാണ് നമ്മൾ, ആ മഹാലക്ഷ്മിയാണ് ഈ മന്ത്രം ജപിച്ച് നമ്മൾ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ആ ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്നതാണ്.
അവിടെ വഴി ഉണ്ടാക്കാനും അത് നമ്മൾക്ക് മുന്നിൽ കാണാത്ത വഴികളും ഒക്കെ തരാൻ ആ ദേവതയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് അത് എങ്ങനെ കിട്ടും എന്നുള്ള ആ ചിന്തകളോ അല്ലെങ്കിൽ ഫലിക്കുമോ എന്നുള്ള ചിന്തയോ എല്ലാം മറന്നേക്കണം. അപ്പം മറന്നു കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് വിശ്വാസം വരുന്നത്. എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുന്നത് അതിൽ സംശയമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ചെയ്യുക, മറക്കുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് വർക്കൗട്ട് ആയിക്കോളും. അതാണ് ഈ വിദ്യയുടെ ഏറ്റവും പ്രധാന രഹസ്യം. കർമാസിൻ്റെ ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കർമ്മബന്ധം, കർമ്മദോഷം ഉള്ളവരാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും. അപ്പം ഞാനും നിങ്ങളും എല്ലാം ഇത് കർമ്മദോഷം കൊണ്ടാണ് ഇവിടെ ജനിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ഗുരുവായിക്കോട്ടെ, നിങ്ങൾക്ക് വലിയ തത്വങ്ങൾ പറയുന്ന ആളായിക്കോട്ടെ, എല്ലാം കർമ്മദോഷം ഉണ്ടായിട്ടേ ഭൂമിയിൽ വന്നേക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ കർമ്മദോഷം ഉണ്ടായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു ഗുരുവായിട്ടോ ഒക്കെ ലീഡ് ചെയ്യുന്നത്, നിങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മുന്നിൽ കർമ്മബന്ധം കൊണ്ട് ജീവിച്ച്, നമ്മളെപ്പോലെ തന്നെ കഷ്ടത അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന അങ്ങനെ ഉള്ള ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഗുരുക്കന്മാർ, നമുക്ക് നല്ല ഗുരുക്കന്മാരുടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം, പഠിക്കാം, അവരെ സ്വീകരിക്കാം. പക്ഷേ അതിനപ്പുറത്തുമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് മരണത്തിനപ്പുറം നിൽക്കുന്ന ഇപ്പം ഈ അവധൂതന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ, അങ്ങനെയുള്ള ഗുരുക്കന്മാർക്ക് നിങ്ങളെ ശരിയായ രീതിയിൽ ഈ ജീവിതത്തിൽ നിന്ന് ആ ഒരു കരകയറ്റാനും സാധിക്കത്തുള്ളൂ. അതായത് നല്ല രീതിയിൽ ഇപ്പം നിങ്ങളെപ്പോലെ കർമ്മബന്ധത്തിൽപ്പെട്ട് നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അല്ലെ നിങ്ങളെക്കാട്ടിലും ബുദ്ധിമുട്ട് ജീവിക്കുന്ന, എന്നാൽ കുറേ തത്വങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന അതിലല്ല കാര്യം. ഞാൻ എപ്പോഴും പറയുന്നത്, എന്നെ നിങ്ങൾ ഒരു വഴി പറഞ്ഞു തരുന്ന ആളായിട്ട് മാത്രം കണ്ടാൽ മതി. അതായത് ഗുരു എന്ന് പറഞ്ഞാൽ അത് മരണത്തിനപ്പുറം നിൽക്കുന്ന സൂക്ഷ്മ രൂപത്തിലുള്ള ഈശ്വര ചൈതന്യത്തെ പ്രാപിച്ച ഗുരുക്കന്മാരായിരിക്കണം. അത്തരത്തിലുള്ള അവധൂതന്മാരുണ്ട്, ഒരു മരണത്തിനപ്പുറം നിൽക്കുന്ന, ഇപ്പം പൂന്തുറ തെക്കല സ്വാമി, അല്ലെ ശിവപ്രഭാകര സിദ്ധയോഗി, ക്രിയ ബാബാജി, ഒരുപാടുണ്ട്. വട്ടി സ്വാമി. അപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ പേരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ഈശ്വരീയമായ അങ്ങനെ ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമാണ് നിങ്ങളെ മാറ്റുന്നത്. ഇപ്പം നിങ്ങളെക്കാളിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഗുരുവായി തീർന്ന ആൾ അവസ്ഥയിലായിരിക്കും. അങ്ങനെ ആ ഗുരുസങ്കല്പം എപ്പോഴും നിങ്ങൾ ഒരാളെ ഗുരുവായി സ്വീകരിക്കാം, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, അത് യാതൊരു തെറ്റുമില്ല. നമ്മളെ നല്ല രീതിയിൽ നയിക്കുന്ന ആളാണെങ്കിൽ, നല്ല രീതിയിൽ നയിക്കുന്ന ആളെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു ഉയർന്ന തലത്തിൽ, അതായത് സൂക്ഷ്മാവസ്ഥയിലുള്ള ഒരു ഗുരുവിനെ നിങ്ങൾ എപ്പോഴും വിളിച്ചുകൊള്ളണം. ഇനി ഗുരുവിനെ നിങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ലേ പോലും ഞാൻ ഒരു വിദ്യ പറഞ്ഞുതരാം, ആ രീതി ചെയ്താൽ മതി. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഗുരുചരണം ശരണമെന്ന് ജപിക്കുക. ഒരു ഗുരുവിനെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കേണ്ട, ഗുരുചരണം ശരണമെന്ന് ജപിക്കുക. ഒരു ഗുരുവിൻ്റെ രൂപമോ ചിത്രമോ ഒന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട. ഈ പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മാവസ്ഥയിലുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അത് നിങ്ങളുടെ കർമ്മവുമായിട്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ വേവ് ലെങ്തുമായിട്ട് കണക്റ്റ് ആകുന്ന ഒരു ഗുരു നിങ്ങളുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആകും. കണക്റ്റ് ആയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഗുരുവിനെ കാണാൻ പറ്റത്തില്ല, ആ ഗുരുവിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ നിദ്രാവേളയിൽ, ഉറക്കത്തിൽ നിങ്ങളുടെ അബോധ മനസ്സിലേക്ക് ആ ഗുരു ചില അനുഗ്രഹങ്ങൾ നൽകും, ചില സന്ദേശങ്ങൾ നൽകും, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് നൽകും. പക്ഷേ നിങ്ങൾ ഉറക്കം ഉണർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഗുരു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നും, ആ ക്ഷേത്രത്തിൽ പോകണം, അല്ലെങ്കിൽ ആ വഴിപാട് ചെയ്യണം, അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഗുരു പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാകാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ജീവിതം മാറും. ഞാൻ പറഞ്ഞത് വളരെ രഹസ്യമാണ് കേട്ടോ. അപ്പം കർമാസ് ന്യൂട്രലൈസ് ചെയ്യാൻ, കർമാസിനെ നിർവീര്യമാക്കാൻ ആർക്ക് സാധിക്കും? ഗുരുവിന് സാധിക്കും. ഗുരു പരമശിവനാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സൂക്ഷ്മാവസ്ഥയിലുള്ള ഗുരുക്കന്മാരെ കുറിച്ചാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ കർമ്മബന്ധമായിട്ട് ജനിച്ച് നിങ്ങളെക്കാട്ടും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, നിങ്ങളുടെ അത്രയും പോലും മനഃശുദ്ധി ഇല്ലാത്ത ജീവിച്ചിരിക്കുന്ന ഒരാളെ ഗുരുവായി സങ്കല്പിച്ച് ജീവിതം മുഴുവൻ പോയി കഴിഞ്ഞാൽ ആ ജീവിതം വേസ്റ്റ് ആവും. എന്നാൽ ശരി, നമ്മൾ നല്ലൊരു ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ പോലും നന്മ പറഞ്ഞു തരുന്ന ഒരാളാണ് ഗുരുവായി സ്വീകരിച്ചാൽ അത് നമുക്ക് ഗുണം ചെയ്യും. അങ്ങനെ സ്വീകരിക്കുന്നതോടൊപ്പം അത് നല്ലത് തന്നെയാണ്. നിങ്ങൾ അതിനപ്പുറത്തുള്ള സൂക്ഷ്മാവസ്ഥയിലുള്ള ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ മാറ്റം വരത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഗുരുചരണം എന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പം ഗുരുചരണം ശരണം, ഗുരുവിൻ്റെ പാദങ്ങൾ ശരണമെന്നാണ്. അപ്പോൾ ഹൃദയത്തിൽ ഈ ഗുരുചരണം ശരണം എന്നിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിക്കുക. അപ്പം മരണത്തിനപ്പുറത്തുള്ള സൂക്ഷ്മാവസ്ഥയിലുള്ള വിശുദ്ധന്മാരായിട്ടുള്ള
ഏതെങ്കിലും ഒരു ഗുരു നിങ്ങളുമായിട്ട് കണക്റ്റ് ആകും. ആ ഗുരുവിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. നിങ്ങൾക്ക് ആ ഗുരുവിൻ്റെ ഉറക്കത്തിലായിരിക്കും, ആ ഒരു അബോധാവസ്ഥയിലായിരിക്കും ആ ഗുരു നിങ്ങളിലേക്ക് ഓരോ അനുഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ പല കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന പല കാര്യങ്ങളാണ് ഈ രുദ്രാക്ഷത്തിൻ്റെ രഹസ്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. ശ്രീരാമ ജയരാമ ജയ ജയരാമ മന്ത്രം അങ്ങനെ എനിക്ക് ഗുരു നൽകിയ ചില രഹസ്യങ്ങളാണ്. ഒരുപാട് രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഗുരുവിൻ്റെ ആ പ്രപഞ്ചത്തിലുള്ള ആ അനുഗ്രഹത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്, അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ അറിവോ അല്ല. അത് ലോക നന്മയ്ക്കായിട്ട് ആർക്കെങ്കിലും പ്രയോജനം കിട്ടട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞിരുന്നു. രാമമന്ത്രം ജപിക്കണം, രുദ്രാക്ഷം ഇങ്ങനെ ചേർത്തിടണം, അങ്ങനെ മന്ത്രം ജപിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ശിവവിദ്യകളൊക്കെ എനിക്ക് അങ്ങനെ കിട്ടുന്ന, അതുപോലെ തന്നെ ശിവനെ ധ്യാനിച്ചിരിക്കുമ്പോഴും ഭഗവാനിൽ നിന്ന് ചില വിദ്യകൾ കിട്ടാറുണ്ട്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഇത് നിങ്ങൾ ഇങ്ങനെ പ്രയോജനപ്പെടുത്തുക. ഏതാപത്തിൽ നിന്നും ഈ ഗുരുചരണം ശരണം എന്ന് ജപിക്കുന്നവന് ഏതാപത്തിൽ നിന്നും രക്ഷപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട്. എവിടെന്നെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് കിട്ടും. ഗുരു എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും പ്രവർത്തിക്കും. ഗുരുചരണം ശരണം എന്ന് ജപിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, വൃദ്ധനായിക്കോട്ടെ, കഴിവുള്ള ആളായിക്കോട്ടെ, കഴിവില്ലാത്ത ആയിക്കോട്ടെ, സമ്പന്നനായിക്കോട്ടെ, ദരിദ്രനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പണ്ഡിതനായിക്കോട്ടെ, പാമരനായിക്കോട്ടെ, ഇവിടെ അറിവിനൊന്നും വലിയ സ്ഥാനമില്ല. മനഃശുദ്ധി, കർമ്മശുദ്ധി ഉള്ള കാര്യം നന്നായിട്ട് ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ലോകം. ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട കാര്യങ്ങൾ അറിയുക, അത് നന്നായിട്ട് ചെയ്യുക, മനഃശുദ്ധിയോടുകൂടി ചെയ്യുക, കർമ്മശുദ്ധിയോടുകൂടി ചെയ്യുക, ആത്മാർത്ഥമായി ചെയ്യുക. അങ്ങനെയുള്ളവരിലാണ് പരിവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും പരമമായ ഒരു രഹസ്യമാണ് ഞാനീ പറഞ്ഞത്, ഈ ഗുരുവിൻ്റെ രഹസ്യം. ഇത് ആരും പറഞ്ഞു തരത്തില്ല, ഒരിക്കലും പറഞ്ഞു തരത്തില്ല, ഒരിക്കലും പറഞ്ഞു തരാത്ത കാര്യമാണ്. ഇങ്ങനെ ഗുരുവിനെ വിളിച്ചാൽ ആ ഉറക്കാവസ്ഥയിൽ മനസ്സ് കൂടുതൽ നമ്മൾ ആഴത്തിലേക്ക് ഉറക്കുന്ന അവസ്ഥയിൽ ഏകദേശം ഒരു 3 മണിക്ക് 2:30 3 മണിക്ക് ഇടയ്ക്കായിരിക്കും ഈ ഒരു സംഭവം നമ്മളെ കൂടുതൽ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള സൂക്ഷ്മശക്തികളുടെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാകുന്ന ആ സമയം നമ്മൾ ഡീപ്പ് സ്ലീപ്പായിരിക്കും. ചിലർ ഈ 3 മണിക്കൊക്കെ എഴുന്നേക്കാറുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അനുഗ്രഹം ചിലപ്പോൾ ഉള്ളവരായിരിക്കും. ഞാൻ പലപ്പോഴും 3 മണിയാകുമ്പം എഴുന്നേക്കാറുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ അത്രയും സമയത്ത് ആ സമയത്ത് നമ്മൾ ഉണരും. കാരണം നമ്മൾ ഇങ്ങനെയുള്ള ചില ശക്തികളുടെ സ്വാധീനമുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇന്നുവരെ നിങ്ങൾ അതിൽ ചിന്തിച്ച് അതിൻ്റെ ഒന്നും പുറകെ പോകരുണ്ട. നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യുക, കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട. പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത് ചെയ്യുക കേട്ടോ. ആവശ്യമില്ലാതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുക. ഇതൊക്കെ അറിവിന് വേണ്ടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ബാക്കി ചെയ്യാൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ രഹസ്യം, നമുക്ക് എന്ത് നല്ല അറിവുണ്ടെങ്കിലും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരുത്തനെ കുഴി ചാടിക്കാനുള്ള പണി പറഞ്ഞു കൊടുക്കരുത്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരുത്തനെ, ഇപ്പം എനിക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, അത് പാടില്ല. നല്ല അറിവുകൾ, ഒരുത്തനെ രക്ഷപ്പെടുത്താനുള്ള കാര്യം, അല്ലെ ഒരാൾക്ക് ആപത്ത് വരാതിരിക്കാനുള്ള കാര്യം, നല്ല കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി, ശുദ്ധമായ മനസ്സോടുകൂടി, അല്ലെ അവനത് പറഞ്ഞു കൊടുത്താൽ എനിക്ക് ഇന്നത് കിട്ടുമോ, അല്ലെ എനിക്ക് വേറെ സഹായം അങ്ങനെ ചിന്തിക്കരുത്. ഒന്നും ആഗ്രഹിക്കാതെ ശുദ്ധമായ മനസ്സോടുകൂടി നല്ല അറിവുകൾ നിങ്ങൾക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് നിങ്ങളുടെ കർമാസിനെ ന്യൂട്രലൈസ് ചെയ്യും, നിങ്ങളുടെ കർമാസിനെ നിർവീര്യമാക്കും. 2, വസ്ത്രദാനം. ഇത് സത്യമാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. വസ്ത്രദാനം കൊണ്ട് നമ്മുടെ കുറച്ച് കർമാദോഷങ്ങളൊക്കെ മാറും. വസ്ത്രദാനം, ഈ വസ്ത്രദാനം ഞാൻ പുതിയ വസ്ത്രമായിരിക്കണം. അപ്പം ഞാൻ പണ്ട് ഇതുപോലെ ഒരു ഈ ഋഷീശ്വരന്മാരുടെ ഒരു ഇതിൽ നിന്നും ഇങ്ങനെ കിട്ടിയ ഒരു വിദ്യയാണ്. അത് ഗ്രന്ഥങ്ങളിൽ നോക്കി അത് ഫോളോ ചെയ്യുന്ന ഒരാൾ പറഞ്ഞു തന്ന കാര്യമാണ് വസ്ത്രദാനം. അപ്പം വസ്ത്രദാനം കൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കർമാസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതുവസ്ത്രമായിരിക്കണം, നല്ല വസ്ത്രമായിരിക്കണം, ശുദ്ധമായ നല്ല മനസ്സോടുകൂടി അർഹരായവർക്ക് ആർക്കെങ്കിലും വസ്ത്രങ്ങൾ ദാനം ചെയ്താൽ കർമ്മദോഷം മാറിക്കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ രഹസ്യം. 2 മൂന്നാമത്തെ രഹസ്യം. ആദ്യത്തെ ഗുരുചരണം ശരണം, രണ്ടാമത്തെ അറിവ് പറഞ്ഞു കൊടുക്കുക, മൂന്നാമത്തെ അറിവെന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ബോധ്യമുള്ള കാര്യമായിരിക്കണം കേട്ടോ, സത്യമുള്ള കാര്യമായിരിക്കണം. അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ ഒന്നും ഒരു കാര്യം ചെയ്യരുത്. അങ്ങനെയുള്ള അറിവല്ല, ശുദ്ധമായ സത്യമായ ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശരിയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. മനഃശുദ്ധിയോടുകൂടി സ്വാർത്ഥത ഇല്ലാതെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ശരിയായിട്ടുള്ള അറിവ്.
അപ്പോൾ രണ്ടാമത്തെ രഹസ്യം അറിവ്, മൂന്നാമത്തെ രഹസ്യം വസ്ത്രം, നാലാമത്തെ രഹസ്യം നമ്മൾ ശാരീരികമായിട്ട് ഈ നമ്മുടെ ശാരീരിക അധ്വാനങ്ങൾ മറ്റുള്ളവരുടെ ഒരു സഹായിക്കാൻ വേണ്ടി ചെയ്യുക. ഇപ്പോൾ ഒരു കല്യാണ സ്ഥലത്ത് പോയി അവിടെ നമ്മൾ പിന്നെ യാതൊരു പൈസ ഒന്നും മേടിക്കാതെ തന്നെ അവിടത്തേക്ക് വേണ്ടി പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ശാരീരിക അധ്വാനം എന്ന് വെച്ചാൽ മദ്യം അടിച്ചിട്ട് അവിടെ കിടന്ന് അലമ്പുണ്ടാക്കുകയോ അവിടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നത് അത് ഏറ്റവും വലിയ അവരോട് ചെയ്യുന്ന ഒരു പാപമാണ്. മിക്കയിടത്തും കാണുന്നൊരു കാര്യം അതല്ല. നമ്മൾ നല്ല രീതിയിൽ അവിടെ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് ആ കാര്യം മംഗളകരമായിട്ട് നടത്തി കൊടുക്കുക. അത് നമ്മുടെ കർമാസിനെ ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ക്ഷേത്രം വൃത്തിയാക്കുക, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങൾ യാതൊരു പ്രതിഫലം ഇച്ഛിക്കാതെ ശുദ്ധ മനസ്സോടുകൂടി ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ പിരിവിന് പോവുക, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുക. അവിടുത്തെ 1 രൂപ പോലും നമ്മൾ ഇങ്ങോട്ട് എടുക്കരുത്, അങ്ങോട്ടിട്ടാലും. അങ്ങനെ ശാരീരിക അധ്വാനങ്ങൾ നിസ്വാർത്ഥമായിട്ട് ചെയ്താൽ നമ്മുടെ കർമാസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട. ഇത് വളരെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നത് സമയനിഷ്ഠ പാലിക്കുക. ഈ സമയം എന്ന് പറഞ്ഞാൽ അതൊരു ബ്രഹ്മം തന്നെയാണ്. സമയം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. അതെങ്ങനെയാണ് സമയം ബ്രഹ്മമാകുന്നത്? അത് കൊള്ളാലോ, അത് പറഞ്ഞുതരാം. അതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അതായത് ഈ പ്രപഞ്ചത്തിലെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റും? ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ പ്രപഞ്ചത്തിലെ ആ 1 മിനിറ്റിൽ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 1 മിനിറ്റിനുള്ളിൽ, ആ 1 മിനിറ്റിനുള്ളിൽ അത് ബൃഹത്തുമാണ്, 1 മിനിറ്റ് ചെറുതുമാണ്. അതുകൊണ്ടാണ് സമയം ബ്രഹ്മമാണെന്ന് പറയുന്നത്. സമയം ശരിക്കും ബ്രഹ്മം തന്നെയാണ്. അതായത് ആ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇത്ര കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ലോകത്തിൽ എത്രയോ ആളുകൾ ആ 1 മിനിറ്റിനുള്ളിൽ തന്നെ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അത് ബൃഹത്തുമാണ്, അത് ചെറിയതുമാണ്. അതുകൊണ്ട് സമയനിഷ്ഠ പാലിക്കണം. നമ്മളൊരിടത്ത് ജോലിക്ക് ചെല്ലുന്നു, ശമ്പളം കൂടുതലോ കുറവോ, അത് ശമ്പളം കൂടുതൽ വേണമെങ്കിൽ അവിടെ തരത്തിലെ വേറെ ജോലിക്ക് കയറിക്കണം. ശമ്പളം കുറവാണെന്നും പറഞ്ഞ് അവിടെ 9 മണിക്ക് ചെല്ലേണ്ടടുത്ത് 10 മണിക്ക് ചെല്ലുക, ജോലിയുടെ ആത്മാർത്ഥത കാണിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കർമ്മദോഷത്തെ വിളിച്ചു വരുത്തത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സമയത്തിന് ചൊല്ലുക, നിങ്ങളുടെ ജോലി നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക, സത്യസന്ധമായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ കൃത്യം ഒരു 3 മാസം തന്നെ അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി വരും. നിങ്ങൾ തീർച്ചയായിട്ടും ദൈവം ഉയർത്തും നിങ്ങളെ, ഒരു സംശയം വേണ്ട. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ് സമയം. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ആ സമയം മാത്രമേ നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ളൂ. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിയണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ആ സമയം ആവശ്യമില്ലാത്തവരുടെ പുറകെ നടന്ന്, അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ തെറ്റായ ആളുകളുടെ പുറകെ നടന്ന് വേസ്റ്റ് ആക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. മനസ്സിലാകുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ അറിയാൻ ചിലവഴിക്കണം. ഈ ഒരു വീഡിയോ തന്നെ എത്ര നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഒന്നും ആരും കാണത്തില്ല. എന്നാൽ വല്ല കൗതുകങ്ങളോ രസമുള്ളതോ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ആളുകൾ കൂടുതൽ രസത്തിന് വേണ്ടി, കൗതുകത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ വെച്ച് പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പുറകെ ആയിരിക്കും പോകുന്നത്. നല്ല കാര്യങ്ങൾ, ഇപ്പം ഞാനെന്നല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ നോക്കൂ, നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് പലർക്കും വ്യൂസൊക്കെ കുറവായിരിക്കും. എന്നാൽ ചുമ്മാ എന്നായെങ്കിലും കാര്യങ്ങൾ വിളിച്ച് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്നവനും അറിയാം, ചെയ്യുന്നവനും അറിയാം, ഇതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ യുക്തിയില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ കൗതുകത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ 1000 പട്ടം ഉണ്ടാക്കി പറത്തുക, ചുമ്മാ ഒരു വീഡിയോ ഇടുക. കാണുന്നവനൊരു രസം, പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരുത്തം വെള്ളത്തിൽ ചാടുമ്പോൾ അവന് പറ്റുന്നൊരു അബദ്ധം, അതുകൊണ്ട് കാണുന്നവൻ ഒരു ഗുണമില്ല, ഒരു രസം. അങ്ങനെയുള്ള കാര്യത്തിനാണ് ആളുകൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഈശ്വരൻ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഈ സമയമാണ് വേസ്റ്റ് ചെയ്യുന്നത്. ആ സമയം പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അത് തന്നെ ഏറ്റവും വലിയ കർമ്മദോഷമാണ്, അത് ഏറ്റവും വലിയ പാവവുമാണ്. സമയം വെറുതെ കളയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്നത് ഏറ്റവും വലിയ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് അത് വലിയ പാപം തന്നെയാണ്, കർമ്മദോഷമാണ്. അപ്പോൾ ആ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളിപ്പം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നന്നാകാൻ തീരുമാനിച്ചാൽ, ഈശ്വരനെ അറിയാൻ തീരുമാനിച്ചാൽ വല്ല കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈശ്വരൻ ഒരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിന് നിങ്ങൾ ഈശ്വരനെ വിളിക്കണം, നന്മ ചെയ്യണം, നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യാവുന്ന നന്മയൊക്കെ ചെയ്യണം. അതിനുള്ള അവസരവും എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. ഇനിയെങ്കിലും ഇത്രയും പൈസകൾ വെറുതെ പോയെങ്കിലും ഇനിയുണ്ട് ജീവിതത്തിൽ ഒരുപാട് സമയം, അത് പ്രയോജനപ്പെടുത്തുക. 1 സെക്കൻഡിന് പോലും വിലയുണ്ടോ എന്നറിയുക.
ഒരു സെക്കൻഡിന് പോലും വിലയുണ്ട്. അപ്പം ആ സമയങ്ങൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ ഇനിയും പറയുന്ന കാര്യം, നമ്മൾ ഏത് കാര്യവും സത്യസന്ധമായിട്ട് ചെയ്യുക. ഏത് കാര്യവും സത്യസന്ധമായിട്ട് ചെയ്യുക. ഏത് കാര്യവും സത്യസന്ധമായിട്ട് ചിന്തിക്കുക. ഏത് കാര്യവും മനഃശുദ്ധിയോടുകൂടി ചെയ്യുക, സ്വാർത്ഥതയില്ലാതെ. അപ്പം പ്രവൃത്തി ചെയ്യുന്ന പോലെ തന്നെ ചിന്തിക്കുന്നതിലും കാര്യമുണ്ട്. അതും കർമ്മദോഷം വരുത്തി വെക്കും. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ല സത്യസന്ധതയോടെ ചിന്തിക്കുക. ഒരു കാര്യം പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധതയോടെ പറയുക. സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക. എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെ എനിക്കും എൻ്റെ മക്കൾക്കും അല്ലെ മാത്രം എല്ലാം വേണമെന്നുള്ള ആ ചിന്താഗതികളൊക്കെ ഉപേക്ഷിക്കുക. ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അല്ലെ അയാൾക്കൊരു മാറ്റം ഉണ്ടാകണം, മറ്റൊരാളും ജീവിക്കണം, അവൻ്റെ വീട്ടിലും സന്തോഷം ഉണ്ടാകണം, അവൻ്റെ മക്കളും നല്ല രീതിയിൽ വരണം എന്ന് നമ്മളെല്ലാവരും നല്ല ഒരു ശുദ്ധ മനസ്സോടുകൂടി സ്വാർത്ഥതയില്ലാതെ ചിന്തിക്കുക, ചിരിക്കുക, സംസാരിക്കുക, പ്രവർത്തികൾ ചെയ്യുക സ്വാർത്ഥതയില്ലാതെ. അപ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുന്നത്. അപ്പോഴാണ് ശരിക്കും അത് ആക്റ്റീവ് ആകുന്നത്. ശുദ്ധമായ ബോധം ഉണ്ടായി വരും. അതുതന്നെയാണ് ശിവൻ. അപ്പോൾ ഇതൊക്കെ കർമാസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ജന്മവും നിങ്ങൾ സ്വാർത്ഥത കാണിച്ച് വല്ലവൻ്റെയൊക്കെ പിടിച്ചു വെച്ച് വല്ലവനെയൊക്കെ ദ്രോഹിച്ച് കർമ്മദോഷം ചെയ്താൽ അടുത്ത ജന്മങ്ങൾ അല്ലെ ജന്മാന്തരങ്ങളിലേക്ക് അവനവൻ്റെ പ്രവൃത്തിയുടെ ഒരു ദോഷവശങ്ങൾ ആത്മാവിൻ്റെ സംസ്കാരത്തിൽ കാണും. അപ്പോൾ അത് ഇപ്പം തൊട്ടേ നിങ്ങളതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ കർമ്മബന്ധങ്ങൾ കർമാസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഈ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗുരുക്കന്മാരെ വിളിക്കാത്തൊരു ദിവസമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന മന്ത്രം ഗുരുചരണം ശരണം. പിന്നെ ഓരോ നിമിഷവും ഓം നമഃ ശിവമന്ത്രം എപ്പോഴും അകവും പുറവും ഓട്ടോമാറ്റിക്കായിട്ട് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞാൻ ജപിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഗുരുക്കന്മാരിലൂടെ ശിവനിലൂടെ വരുന്ന അവിടെ മധ്യസ്ഥനൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? നേരിട്ട് വരുന്ന കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്, ഈശ്വരൻ തരുന്ന ഉൾക്കാഴ്ചകളായി പറഞ്ഞു തരുന്നത്. അല്ലാതെ അവിടെ ഒരു മീഡിയേറ്ററോ അവിടെ ഗുരുവും ശിഷ്യനോ ഒന്നുമില്ല. ആ ഈശ്വരനെ നല്ല ഗുരുവിൽ നേരിട്ട് കിട്ടുന്ന, അതിൻ്റെ ഇടയ്ക്കൊരു മീഡിയേറ്ററോ ഇടയ്ക്കൊരു ഗുരുവോ അല്ലെങ്കിൽ ഇടയ്ക്കൊരു ആരുമില്ല. ആ ഈശ്വരനെയും തന്നെ ഈശ്വരനായി തീർന്ന ഗുരുക്കന്മാരിൽ നിന്ന് വരുന്ന വിദ്യകളാണ് ഇതെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞത്, ഇതിൻ്റെ രഹസ്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാവും. ഇത് ജീവിതമേ രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവ് ഇതെല്ലാം ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. ഈ ജന്മം കഴിയുമ്പോൾ നിങ്ങൾ ഈശ്വരനെ അറിയാൻ പറ്റുന്ന വിദ്യകളാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. ഇനിയും അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കുളി കഴിഞ്ഞ് നിങ്ങൾ കുളിമുറിയിൽ നിന്ന് വെളിയിറങ്ങിക്കഴിഞ്ഞ് ആകാശത്തേക്ക് നോക്കി, ഈശ്വര എന്നെ സഹായിക്കണമേ, ഈശ്വര എന്നിൽ അവിടുത്തെ സഹായം ഉണ്ടാകണം, ഈശ്വര എന്നെ നല്ലത് ചെയ്യാനും നല്ല വഴിക്ക് നയിക്കാനും ഈശ്വരനെ അറിയാനും ഈശ്വരനൊപ്പം വസിക്കാനും ഈ ഉള്ളവന് അവസരം നൽകണേ, എന്നെ നയിക്കണമേ ഈശ്വര എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏറ്റവും അവസാനത്തെ രഹസ്യവിദ്യയാണ്. അങ്ങനെ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു തലമുണ്ട്. എല്ലാത്തിനും അപ്പുറത്ത് ഈശ്വരൻ എന്ന് മാത്രം വിളിക്കുന്ന ആ ഈശ്വരൻ എന്ന് മാത്രം അറിയപ്പെടുന്ന ഒരു ചൈതന്യമുണ്ട്. എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന, അവിടെ ഈശ്വരൻ എന്ന് മാത്രം വിളിച്ചാൽ മതി, അങ്ങനെ ഒരു ചൈതന്യമുണ്ട്, സർവേശ്വരനായിട്ടുള്ള ഈശ്വരൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ വേറെ ഒരു പേരും പറഞ്ഞില്ല, ഈശ്വര. ആ ഒരു പ്രാർത്ഥന നിങ്ങൾ രാവിലെ ചെയ്യുക. നിങ്ങളെ ആ ഈശ്വരൻ സഹായിക്കും. നിങ്ങളെ ആ ഈശ്വരൻ നിങ്ങളിൽ പ്രവർത്തിക്കും. നിങ്ങളെ ആ ഈശ്വരൻ നയിക്കും. നിങ്ങൾക്ക് മറ്റ് ദോഷങ്ങളോ കർമ്മബന്ധങ്ങളോ ഒക്കെ ഉണ്ടാകാതെ ഈശ്വരൻ നല്ല വഴിക്ക് നയിക്കും. പക്ഷെ നിങ്ങൾ ഈശ്വരനിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കണം. നിങ്ങൾ ഈശ്വരനോട് അപേക്ഷിക്കണം. അപ്പോഴാണ് നിങ്ങളിലേക്ക് ആ പരമമായ ഈശ്വരൻ്റെ ഗുണങ്ങൾ, ഐശ്വര്യങ്ങൾ ഒക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഞാൻ അനശ്വരനായ ഈശ്വരനെ കുറിച്ചാണ് നിങ്ങളോടിപ്പം പറഞ്ഞത്. അതായത് ഈ ഈശ്വരനെയാണ് യോഗാനന്ദ പരമഹംസരും ക്രിയാ ബാബാജിയും ഒക്കെ വിളിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. ഏറ്റവും ഉപരിയായിട്ട് നിൽക്കുന്ന ഈശ്വരാന്ന് തന്നെ അവർ വിളിക്കുന്നത്. അവിടെ വേറെ ഒരു പേരുമില്ല, ഈശ്വരൻ മാത്രം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ചൈതന്യമുണ്ട്. അത് യോഗാനന്ദ പരമഹംസരൊക്കെ പലപ്പോഴും ആ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പരമമായ ഒരു കാര്യം പറഞ്ഞു തന്നു. അത് നിങ്ങൾ അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുക. ജീവിതം എത്ര ദുരിതമാണെങ്കിലും മാറിത്തുടങ്ങും.
നിങ്ങളിലേക്ക് മോശമായ ഒരു കാര്യവും വരത്തില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ.